ഹലോ, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇന്നത് ഏട്ടൻ്റെ മാരേജിനുള്ള ഡ്രസ്സ് എടുക്കാൻ പോവാണ്. അപ്പോൾ ഇൻട്രോയും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ലായിരുന്നു. നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം കേട്ടോ. ചേച്ചി ബാക്കിൽ വരുന്നുണ്ട്. ബൈക്കില് പോണത് ഡ്രസ് എടുക്കാൻ പോവാണ്. കല്യാണത്തിന് ഡ്രസ് എടുക്കാൻ പോവാണ് ഗായ്സ്. ടാറ്റയുടെ മുന്നിൽ ഇരിക്കുന്നുണ്ട് കേട്ടോ. ടാറ്റ ഒന്ന് നോക്കി ചേട്ടാ. പെൺകുട്ടീനെ ഞങ്ങള് വന്നിട്ട് കാണാല്ലേ വന്നിട്ട് അതിന്റെ വീഡിയോസ് ഒക്കെ ഉണ്ടാവും കേട്ടോ. ചേച്ചി ഞങ്ങൾ അവിടെ എത്തി കേട്ടോ. കോഴിക്കോട് അഭിഷേകം എന്നാണ് ഞങ്ങൾ ഡ്രസ്സ് എടുക്കുന്നത്. അപ്പോൾ ഏട്ടൻ്റെ അടുത്ത് ചേച്ചി നിൽക്കുന്നുണ്ട് കേട്ടോ. ക്യാമറ കണ്ടപ്പോൾ അങ്ങോട്ട് മാറി നിന്നതാണ് കേട്ടോ. അപ്പോൾ അതേ ഷോപ്പിലൊക്കെ കയറി ഫസ്റ്റ് നമ്മൾ കല്യാണ സാരി തന്നെയാണ് നോക്കുന്നത്. അപ്പോൾ കുറേ കളക്ഷൻസ് കൊണ്ടുപോയിട്ടുണ്ട്. ആദ്യം റെഡ് തന്നെ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു, റെഡ് മതി എന്ന് പറഞ്ഞിട്ട്. പിന്നെ വേറെ വേറെ കളക്ഷൻസൊക്കെ ഇട്ട് തന്നിട്ടുണ്ട് കേട്ടോ. ചേച്ചി പിന്നെ ഫസ്റ്റിൽ കണ്ട കളറ് റെഡ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അധികം റെഡ് തന്നെയാണ് നോക്കിയിട്ടുള്ളത്. ഇത് വിചാരിക്കുന്ന പോലെയല്ല, കട്ട പോസ്റ്റാണ് സത്യം. ഇതിൽ പല പല സാധനം കൊണ്ടുവന്നിടും, നമുക്ക് അന്നുണ്ടാവില്ല. കേക്കൂല കുഞ്ഞിട്ടാട്ടോ. അടുത്ത ആളെ കല്യാണമാണ്. അപ്പൊ നമ്മൾ ഇനിയും ഇവിടെ സാരി എടുക്കാൻ വരുന്നതായിരിക്കും. ഇപ്പോൾ ഇവിടെ കാഞ്ചനയിലെ അന്ത റെഡ് കളർ പടവ് കൊടുങ്ക എന്നുള്ള ഡയലോഗ് റീലെടുക്കാനുള്ള തന്ത്രപ്പാടാണ് കേട്ടോ. ഇതിനെല്ലാ വേലത്തിറത്തിന് ഇതിനെ കിട്ടും. ഇവലൊക്കെ തൊഴിലുറപ്പായിരിക്കണ അതില് എന്റെ സുമൊക്കെ ഉണ്ടില്ലായിരിക്കണേ. അപ്പോൾ നമ്മളിതേ 2-3 സാരിയൊക്കെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ട്രയൽ ചെയ്ത് നോക്കുകയാണ്, എങ്ങനെ ഉണ്ട് എന്നുള്ളത് ഒന്ന് ട്രയൽ ചെയ്ത് നോക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ ഒരു സാരി എടുത്തിട്ടുണ്ട്. ഏതാന്നുള്ളത് നമുക്ക് കല്യാണത്തിന് കാണാം കേട്ടോ. വൻ തിരയാണത്, കിട്ടുമോന്ന് ആർക്കറിയാം. ഡെയിലി വെയർ എടുത്തോണ്ടിരിക്കുകയാണ് ഗൈസ്. കളിച്ചടി കരിങ്കാളിയല്ലേ കൊടുങ്ങല്ലൊരു വാഴണ പെണ്ണാള്. കളിച്ചൂടി കൊഞ്ഞിട്ടാണ് കളിച്ചൂടി 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 കളിച്ചൂടി. സാരിയൊക്കെ എടുത്തു, പിന്നെ ഞങ്ങൾക്കൊക്കെ ഉള്ള സാരി എടുത്തു. അങ്ങനെ സാരീൻ്റെ സെക്ഷൻ ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഓരോ ഡ്രസ്സുകളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ. പക്ഷെ അതൊന്ന് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. കണ്ണാടിയിൽ നോക്കൂ, നാത്തോലും നാത്തോലും കെട്ടിപ്പിടിക്കുന്നു. ഞാനുണ്ട്. ഭയങ്കര ഞങ്ങളുണ്ടാവും ഭയങ്കര അടിച്ചു പിരിയാൻ വെയിറ്റിംഗിലാണ്. ഇത് ഏട്ടൻ്റെ വെഡ്ഡിങ് കോസ്റ്റ്യൂം നോക്കുന്ന തിരക്കിലാണ് കേട്ടോ. കഥ കഴിഞ്ഞ് എങ്ങനെയുണ്ട്? ഡ്രസ്സ് ഫുള്ളെടുത്തു, ബില്ല് സെറ്റിൽ ചെയ്യേണ്ട ടൈമാട്ടോ. അപ്പോൾ അതായത് അവർ ചെയ്തോടും. ഞങ്ങളിവിടെ സൈഡിൽ മാറിയിരിക്കുകയാണ്. ഭയങ്കര ടയേർഡാണ്. ഇനി ഒരു ഫുഡ് അടിച്ച് കഴിഞ്ഞാൽ സ്വസ്ഥാവും.
അപ്പോൾ ഡ്രസ്സ് പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ദം ബിരിയാണി, പിന്നെ ചിക്കൻ ഫ്രൈ ബിരിയാണി, പിന്നെ മീൽസ് പറഞ്ഞവരൊക്കെ ഉണ്ട്. ഞാനൊക്കെ ദം ബിരിയാണിയാണ് വന്നിട്ടുള്ളത്. ബിരിയാണി കഴിക്കാൻ തുടങ്ങിയിട്ട് വന്നിട്ട് സാധനമൊക്കെ എത്തി. പിന്നെ രണ്ടാൾക്കാർ ബൈക്കിൽ വരുന്ന രണ്ടാൾക്കാർ ലേറ്റ് ആയിരുന്നു എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ച് നേരം ഓടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തൊക്കെ നിന്നു കേട്ടോ. തിരിച്ചു പോവാണ് ചേച്ചിയെ. മിന്നേച്ചിയെ ഇങ്ങോട്ടേക്ക്. അതാ മിന്നേച്ചി ഞങ്ങളെ പകുതിയില് ചേച്ചിനെ ഞങ്ങൾ അവിടെ ഇടയ്ക്ക് തട്ടും. ഞങ്ങള് തിരിച്ചു പോവാണ് ഗൈസ്. അതാ ഗൈസ് നമ്മൾ സാധനമൊക്കെ വാങ്ങി ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വരികയാണ്. സാധനങ്ങളൊക്കെ കൈ കിട്ടി ഞങ്ങൾ വരികയാണ്. ഞങ്ങൾ ഇറങ്ങി നമ്മള് സാധനങ്ങൾ വാങ്ങി. പൊന്തിലെ ഗൈസ് കണ്ടോ, നല്ല വെയിറ്റ് ഉണ്ട്. ഗൈസ് താഴത്തുനിന്ന് എല്ലാവരും ഉണ്ട് ഗൈസ്, നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. ഗൈസ് നമ്മള് ഷോപ്പിംഗ് കഴിഞ്ഞ് വന്നതൊക്കെ ഒന്ന് അടക്കി പെറുക്കി വെക്കാൻ വേണ്ടി നിക്കാണ് ഗൈസ്. എല്ലാവർക്കും വീതം വെച്ച് കൊടുക്കണം. അപ്പൊ ഇതങ്ങനെ മാറ്റി വെക്കാണ് ഗൈസ്. ചേച്ചിന്റെ എല്ലാവർക്കും എടുത്തില്ലേ? ഇത് ഇവിടെ ഈ ഭാഗത്തുള്ള സാരികളാണ് ഗൈസ്. സമയത്ത് മാറ്റിയാ പോരെ. എന്താ വേണ്ടേ പാവാടേ കൊടുക്കാനോ? ആ റെഡ് കളർ കൊടുങ്ങാന്റെ ബാക്കിയാ. ബെഡ്ഷീറ്റ് ആണ്. മിസ്സിംഗ് ആണ് ഗൈസ്. നൈസ്. ഒരാൾക്കൂടിയുള്ള സാരി ഉണ്ട്. ഇതില് കുഞ്ഞാടാന്റെ സാരി ഇടും ഞാട്ടോ. കുഞ്ഞാടാന്റെ സാരി തുടങ്ങി. അതാണ് ഞാൻ ആദ്യം കണ്ടൊരു സാരി. ഇത് നമ്മള് ബെഡ്ഷീറ്റ് മേടിച്ചതാണ് ഗൈസ്. ഇത് പിന്നെ എല്ലാവർക്കുള്ള ഷർട്ട്, അച്ഛന്മാർക്കുള്ള ഷർട്ട് പീസ് ആട്ടോ. ഇതിപ്പോ എടുത്ത് കാണിച്ചിട്ടാ എല്ലാവർക്കും ഒരേ കളറായിരിക്കും. ബ്രൗണ് അല്ലല്ല, പല കളറാണ് ഗൈസ്. ഇത് അപ്പോൾ ഡ്രസ്സുകളൊക്കെ ഞങ്ങൾ ഓരോരുത്തരത്തൊക്കെ തരം തിരിച്ച് വെച്ച് സാരി സെക്ഷൻ വേറെ, ഷർട്ട് വേറെ, അങ്ങനെയൊക്കെ ഫുൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കൊടുക്കാനുള്ളതൊക്കെ അതൊക്കെ റെഡിയാക്കി വെച്ചു കേട്ടോ രാത്രി വന്നതിന് ശേഷം. ഇനിയിപ്പോൾ നമ്മൾ ചേച്ചിക്ക് ഓണത്തിന് കൊടുക്കാനുള്ള ഡ്രസ്സ് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ വാങ്ങിയിട്ടുണ്ട്. അതിപ്പോൾ ഇനി നമ്മൾ ഓണത്തിൻ്റെ മുന്നായിട്ട് ചേച്ചീൻ്റെ വീട്ടിൽ കൊണ്ടുകൊടുക്കുകയൊക്കെ വേണം. ഇങ്ങനത്തെ കുറച്ച് പരിപാടികളുണ്ട്. ഞങ്ങളോട് തിരക്ക് തന്നെയാണ് കേട്ടോ. അപ്പോൾ കല്യാണത്തിൻ്റെ എല്ലാ വിശേഷങ്ങളും നമുക്കിങ്ങനെ വീഡിയോസിലൂടെ കാണാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ബായ്.